നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അനുരാധയെ പൂട്ടാനുള്ള എല്ലാ തെളിവുകളും കൺമുന്നിൽ നിരന്നു കഴിഞ്ഞിരിക്കുക. അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ എല്ലാവരുടെയും കണക്ക് പുസ്തകം ദൈവത്തിന്റെ കയ്യിലാണെന്ന് മണികണ്ഠൻ പറഞ്ഞത് എത്ര ശരിയായിരുന്നു. ഗിരിയൊന്നിങ്ങ് വരണ്ട താമസം. കാര്യങ്ങൾക്കൊക്കെ ഇന്നൊരു തീരുമാനമായിരിക്കും. ഹലോ അമ്മേ. മോളെ സുമി, നമ്മുടെ നന്ദു വന്നു. എന്തമ്മ പറഞ്ഞേ? നന്ദു തിരിച്ചെത്തിയെന്ന്. ഒരു കുഴപ്പമില്ലാതെ തിരിച്ചെത്തി. നേരാണോ അമ്മേ? എങ്ങനെ? ആരാ അവളെ കണ്ടെത്തിയത്? പോലീസാണോ? നന്ദു എന്താ പറഞ്ഞേ? എവിടെയായിരുന്നു ഇത്രയും കാലം? അവളെ കൊണ്ടുവന്നത് ആരാണെന്ന് അറിഞ്ഞാലേ നീ ഞെട്ടും. വേറെ ആരുമല്ല, ഗിരിയുടെ അമ്മയാ മോളെ. മഹാലക്ഷ്മി അമ്മയോ? അല്ല എന്റെ സുമി, അനുരാധയുടെ കാര്യം ഞാനീ പറയുന്നത്. ഒടുവിൽ പോകുന്നതിന് മുമ്പേ അവര് പറഞ്ഞിട്ട് പോയത് എന്താണെന്ന് അറിയോ നിനക്ക്? ഇനി ഇവള് നിങ്ങളുടെ മകൾ മാത്രമല്ല, എന്റെ മരുമകളും കൂടിയാ. ആ സുമി, എല്ലാം കലങ്ങി തെളിഞ്ഞു. ഒക്കെ നല്ല വഴിക്കായി. ഗിരിയുടെ അമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മോളെ. അവരിത്രയും നല്ല മനസ്സുള്ള സ്ത്രീയാണെന്ന് ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്. എന്തൊരു തങ്കപ്പെട്ട സ്ത്രീയാ അനുരാധ. നമ്മുടെ മോളുടെ ജീവിതമല്ലേ തിരിച്ചു കിട്ടിയത് അവര് കാരണം. 100 പുണ്യം കിട്ടട്ടെ അവർക്ക്. എന്താ സുമി? ആരാ വിളിച്ചത്? എന്ത് പറ്റി? വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചതാ. ആഹാ, എന്താ വിശേഷം? നന്ദിത തിരിച്ചു വന്നു ഗിരി. ആഹാ, എപ്പോ? എങ്ങനെ? ഹിസ്റ്ററി ഓക്കെ? സുമി, നാളെ തന്നെ നീ അവളെ പോയി കാണണം. മാനസികമായിട്ട് അവൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും സുമി കൊടുക്കണം. എന്തായാലും യാതൊരു ആപത്തും കൂടാതെ അവള് തിരിച്ചെത്തിയല്ലോ, വലിയ സമാധാനം. എന്താ സുമി? സുമിക്ക് എന്താ ഒരു സന്തോഷമില്ലാത്ത? സുമി, സുമിയുടെ ടെൻഷൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നന്ദിതയുടെ അവസ്ഥ എനിക്കറിയാം. അത് ഓർത്തുള്ള നിന്റെ വീട്ടുകാരുടെ ടെൻഷനും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സുമി, ഏറ്റവും പ്രധാനം അവൾ ഒരാപത്തും കൂടാതെ വീട്ടിൽ തിരിച്ചെത്തി എന്നുള്ളതല്ലേ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാണോ. താൻ ധൈര്യമായിട്ടിരിക്കുക. സുമി ഡയറി വായിച്ചോ? അതിലെന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ സുമി? നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും തെളിവുകളോ? അത് ഗിരി, ഞാൻ ഉണ്ടാവും. ഇല്ലെങ്കിലേ ഇന്നോ നാളെയോ എണ്ണി ആ കിടപ്പ് കിടക്കുന്ന ഡോക്ടറില്ലേ എന്നെ വിളിച്ചു വരുത്തി എനിക്കത് തരേണ്ട കാര്യമില്ലല്ലോ. അറിയില്ല, ഞാനത് വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.